കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയ വർഷങ്ങൾ. ശരത് ലാലിന്റെ ആണെങ്കിലും കൃപേഷിന്റെ ആണെങ്കിലും ഷുഹൈബിന്റെ ആണെങ്കിലും എത്രയോ ജീവനുകൾ കണ്ണൂർ പൊലിഞ്ഞുപോയി. ഇപ്പോൾ നമുക്കറിയാം സുധാകരനെ എന്തുകൊണ്ടാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നതും നെഞ്ചിലേറ്റുന്നതും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സംഘർഷ രാഷ്ട്രീയങ്ങളിൽ നിന്നും ഉയർന്നു വന്നൊരു നേതാവായതുകൊണ്ടാണ്. സുധാകരൻ നിരവധി തവണ ഒരു കൊല്ലാൻ ശ്രമിച്ചതാണ്. അദ്ദേഹം വളരെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അദ്ദേഹം തിരിച്ചടിച്ചാണ് തിരിച്ചടിച്ചാണ് കണ്ണൂരിൽ കോൺഗ്രസ് രാഷ്ട്രീയം വളർത്തിയത്. അതിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു സുധാകരൻ എന്ന് പറയുന്നത്. അപ്പം കുമ്പക്കുടി സുധാകരനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അദ്ദേഹത്തിന്റെ ആർജവം തന്നെയാണ്. ആരടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിച്ചുകൊണ്ട് ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവ്, ഒരു കരുത്ത്. തന്റെ അണികളെ ആരെങ്കിലും തൊട്ടു കഴിഞ്ഞാൽ ഉടനടി അവിടേക്ക് ചെല്ലുന്ന ഒരു നേതാവ്. ഇപ്പൊ നമുക്കറിയാം, പഴയ വീഡിയോ എടുത്തു വെച്ച് നോക്കിയാൽ മതി, സുധാകരന്റെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് തന്റെ അടുത്തുള്ള പാർട്ടി പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ആർക്കാടാ ഇവിടെ ഷോ കാണിക്കേണ്ടതെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് എല്ലാവരെയും ജയിലിൽ നിന്ന്, അതായത് ജയിലൊക്കെ തല്ലിപ്പൊളിച്ച് ഇറക്കിക്കൊണ്ടിരുന്ന സുധാകരന്റെ വീഡിയോകളുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു നേതാവിനെ നമ്മള് അണികൾ ചേർത്ത് നിർത്താൻ തുടങ്ങിയത്. അപ്പോ അവിടെയാണ് അദ്ദേഹത്തിന്റെ ചുറ്റും നിന്ന് എത്രയോ ആളുകളുടെ ജീവനുകളാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം കൊണ്ട് എടുത്തുകൊണ്ട് പോയത്.